സുധീരൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഒരേ ഒരു സുധീരനേ ഉള്ളൂ, ആദർശധീരനായ സുധീരൻ. പക്ഷേ ആ സുധീരനെ വിറപ്പിച്ച മറ്റൊരു സുധീരൻ കൂടി ഉണ്ടായിരുന്നു 2004. ആ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ആ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ ആലപ്പുഴ മത്സരരംഗത്ത് ചെന്നപ്പോഴാണ് വലിയൊരു ചതിക്കുഴി എനിക്കായി കരിമണൽ ലോബി ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വിവരം എനിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായി. അവരുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ അപരൻ വന്നുപെട്ടത്. 1009 വോട്ടിലാണ് ഞാൻ പരാജയപ്പെടുന്നത്. 8500 പരം വോട്ടുകൾ അപരൻ പിടിച്ചു. ആ സുധീരനെ പിന്നീട് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ വ്യക്തികളൊക്കെ ഇമ്മെറ്റീരിയലാണ്. പക്ഷെ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിനെ അലട്ടുന്നൊരു വിഷയം, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ അതാത് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പരിഷ്കാരങ്ങളിൽ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. പല തലത്തിൽപ്പെട്ടവരും പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരൊക്കെ അതിൻ്റെ അനുഭവസ്ഥരാണ്, അതിൻ്റെ ബലിയാടുകളാണ്. ഈ പണ്ട് നടന്ന അട്ടിമറി പോലെ അപരന്മാർക്ക് അട്ടിമറി നടത്താൻ പരുവത്തിനുള്ള ഒരു സംവിധാനം ഇന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷയും പങ്കുവെക്കുകയാണ്.